ഹായ് വെൽക്കം ബാക്ക് ടു ടാൻഗുൾ ഗാർഡൻസ്. വീണ്ടും വന്നേക്കുന്നത് ഒരു അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് മഞ്ഞ റോസ് ചെയ്ത് തന്നെ നമ്മുടെ കോംബോ തുടങ്ങാം. ഇത് വന്നിട്ട് മാംഗോ യെല്ലോ അല്ല, വേറൊരു ടൈപ്പ് റോസാണ്. അത്യാവശ്യം വലിയ പൂക്കളാണ് വരുന്നത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ കോംബോയിൽ ഒന്നാമതായിട്ട് ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസാണുള്ളത്. നമ്മുടെ കോംബോ മൊത്തം 6 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. അടിപൊളിയായിട്ടുള്ള നല്ല മഞ്ഞ കളറാണ് കേട്ടോ വരുന്നത്. യെല്ലോ അടിപൊളി റോസാണ്. കോംബോയിൽ ആദ്യമായിട്ട് മഞ്ഞയാണ്. രണ്ടാമതായിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു സിംഗിൾ പെറ്റലായിട്ടുള്ള ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ. സെൻറ്റർ പോർഷനിലൊരു വൈറ്റ് ഷെയ്ഡും അറ്റത്തായിട്ടൊരു മജന്ത ഷെയ്ഡും വരുന്ന ബട്ടർഫ്ലൈ റോസാണ് കോംബോയിൽ രണ്ടാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. എല്ലാ പ്ലാന്റ്സും ഒരു മീഡിയം സൈസ് ആയിരിക്കും കേട്ടോ വരുന്നത്. ഒത്തിരി വലുതല്ല, തീരെ ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലായിരിക്കും ഇതിൻ്റെ പ്ലാന്റ്സ് വരുന്നത്. പൂക്കളും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസാണ്. നമുക്കിത് ബട്ടർഫ്ലൈ റോസ് കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം 2 ടൈപ്പ് ബട്ടർഫ്ലൈ റോസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ റോസ് കോംബോ ആണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്നാമതായിട്ട് നല്ല മഞ്ഞ കളറിലുള്ള യെല്ലോ റോസാണ്. അടുത്തതായിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ് കോംബോയുടെ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തുടർന്നുള്ള വീഡിയോസിൽ പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് വരുന്നുണ്ട്. അതുകൂടാതെ അത് ഒത്തിരി കോംബോ ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 2 കളറായിരിക്കും എപ്പോഴും ഫ്ലവറിങ് ആവുന്നത്. ഇതാണ് ഒരു വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡ് പെറ്റൽസിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് വരുന്നുണ്ട്. അത് വിരിയുന്ന സമയത്ത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ആ കളറിലോട്ട് മാറും. അപ്പോൾ വൈറ്റ് ഷെയ്ഡ് അധികം ഉണ്ടാവില്ല. കൂടുതലായിട്ടും ആ ഒരു റെഡിഷ് ഒരു മജന്ത ഷെയ്ഡാണ്. അത് ഫുള്ളായിട്ട് ആ പ്ലാന്റ് ഫുള്ളായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഒരു ബേബി പാരഡൈസ് വരുന്നത് കേട്ടോ. അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് റോസാണ്. നല്ല ഭംഗിയാണ്, ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം നമുക്ക് ഹൈറ്റിലൊക്കെ നിർത്തി ഫ്ലവറിങ് ആക്കി എടുക്കാൻ പറ്റും. ബുഷിയായിട്ട് നിർത്തണമെന്നുള്ളവർക്ക് അങ്ങനെ നിർത്താം. ഒരു റോസയുടെ വലിയൊരു മരം ഒരുക്കണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ റോസിനെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത്തിരിയൊക്കെ വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഹൈറ്റിന് നിന്ന് ഫ്ലവറിങ് ആവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബട്ടർഫ്ലൈ റോസാണ്. ഇതാണ് രണ്ടാമത്തെ ബട്ടർഫ്ലൈ റോസ്. നല്ല രസമാണ് കാണാനായിട്ട്. കുഞ്ഞു പൂക്കളല്ല, ഒരു മീഡിയം സൈസ് ഫ്ലവറാണ്. നടുക്ക് വൈറ്റും അറ്റത്തായിട്ടൊരു പിങ്ക് ഷെയ്ഡാണ്. നേരത്തെ കാണിച്ചത് മജന്ത ഷെയ്ഡാണ്. ചെറിയ പൂക്കളാണ്. ഇത് പിങ്ക് ഷെയ്ഡാണ്. സിംഗിൾ പെറ്റലല്ല, ഡബിൾ പെറ്റലാണ് കേട്ടോ വരുന്നത്. 2 ലെയർ പെറ്റൽസ് ഉണ്ടാവും. നല്ല രസമാണ്. ഇങ്ങനെ കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ് ഈ ഒരു റോസ്. അപ്പോൾ നമ്മുടെ കോംബോയിൽ അടുത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ് കേട്ടോ. ബട്ടർഫ്ലൈ റോസാണ്. അടുത്തതായിട്ട് നമ്മുടെ കോംബോയുടെ അവസാനം നമ്മൾ കൊടുത്തേക്കുന്ന പ്ലാന്റ്സ് ഫ്ലോറിബെൻഡ റിച്ച് റെഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൺ റൂട്ടഡ് കോംബോ അല്ല, നാടൻ ബഡ്ഡിങ് വരുന്ന കോംബോ ആണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് 520 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെ 520 രൂപയാണ് വരുന്നത്. 520 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജാണ് 520 ഉൾപ്പെടെ നമ്മൾ എടുക്കുന്നത്. സ്പീഡ് പോസ്റ്റ് അയക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാം. കാരണം നമ്മുടെ 6 പ്ലാന്റ്സ് അയക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും കേട്ടോ. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.